ഗെറ്റ് റെഡി വിത്ത് മീ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് ലിച്ചുവിന് നഴ്സറി പോകാൻ വേണ്ടിയിട്ട് റെഡി ആക്കിയാലോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും കിടക്കട്ടെ. ലിച്ചുവിന് നഴ്സറി പോണത് ഇഷ്ടമല്ലെങ്കിലും റെഡി ആവാനൊക്കെ വലിയ ഇഷ്ടമാട്ടോ. ഡ്രസ്സൊക്കെ ഇട്ട് നല്ലപോലെ മുടിയൊക്കെ കെട്ടാനൊക്കെ നല്ലപോലെ ഇരുന്ന് തരും കേട്ടോ. ആദ്യം തന്നെ ഞാൻ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി മുഖത്തും കയ്യിലും കാലയിലൊക്കെ ഹിമാലയയുടെ ബേബി ക്രീം തേച്ച് കൊടുത്തു. പിന്നെ മുടി രണ്ട് സൈഡിലും കെട്ടിക്കൊടുത്തു. ഇവർക്ക് എപ്പോഴും രണ്ട് സൈഡിലാട്ടോ മുടി കെട്ടാറ്. ഒന്നാമത് ചുരുണ്ട മുടിയായത് കൊണ്ട് നമ്മൾ വേറെ ഏത് രീതിയിൽ കെട്ടിയാലും മുടി ഇരിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഈ രണ്ട് സൈഡിൽ തന്നെയാണ് കെട്ടിക്കൊടുക്കാറുള്ളത്. പിന്നെ രണ്ട് കുഞ്ഞ് ക്ലിപ്പൊക്കെ കുത്തി കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലെ കുഞ്ഞു മുടിയൊക്കെ ഒന്ന് ചീവി നേരെ ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഐലൈനർ വെച്ച് രണ്ട് കണ്ണിനും വാലിട്ട് കൊടുത്തു. ഞാനങ്ങനെ പുരിക എഴുതി കൊടുക്കാറില്ല, എപ്പോഴും ഇങ്ങനെ കണ്ണിന് വാല് മാത്രമേ ഇടാറുള്ളൂ. പുരിക എഴുതി കൊടുക്കാൻ എനിക്കതിന് വലിയ ഇഷ്ടമല്ല. എനിക്ക് അമ്മൂസിനൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ എപ്പോഴും കണ്ണൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു. ലിച്ചുവിന് എന്തോ ഞാനങ്ങനെ തീരെ എഴുതിയിട്ടില്ല കേട്ടോ പുരികമൊന്നും. അത് കഴിഞ്ഞിട്ട് ഒരു കയ്യിൽ നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ചുറ്റുവളയില്ലേ, പണ്ടത്തെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇറങ്ങും, അതും ഒരു കയ്യിൽ വാച്ചും കെട്ടിക്കൊടുത്തു. വാച്ചൊക്കെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഊരി ബാഗിൽ വയ്ക്കും, എന്നാലും വീട്ടിൽ നിന്ന് കെട്ടാതെ എന്തായാലും ആൾ പോവില്ല. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാം റെഡിയായി ഇറങ്ങി കേട്ടോ. ഇപ്പം ഇത്ര നേരം വലിയ കുഴപ്പമില്ല. ഇനി പോകാൻ വേണ്ടി ചെരുപ്പിടാൻ പറഞ്ഞു കഴിയുമ്പോഴാണ് പിന്നെ ആകെ പ്രശ്നം. പോകാൻ വേണ്ടി ചെരുപ്പിടാൻ പറഞ്ഞ് ചെരുപ്പ് ഇട്ടപ്പോഴത്തേക്ക് ആളുടെ മുഖമൊക്കെ ആകെ മാറി ആകെ സങ്കടമായി. പിന്നെ ഉറക്കം വന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ കരച്ചിലും മൊത്തം ബഹളം. പിന്നെ ലിച്ചു ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയലും പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാനും പറ്റും. പിന്നെ നല്ല സൂപ്പർ ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ.